ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മുരിങ്ങയിലയും ചക്കക്കുരുവും കൊണ്ട് തനി നാടൻ രീതിയിലാണ് ഈ തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 10-25 ചക്കക്കുരുവാണ് ഞാൻ ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് 4ആയിട്ടൊന്ന് കീറിയെടുക്കണം. പുറത്തെ തൊലി കളഞ്ഞതിന് ശേഷം അകത്തെ ആ ചുവന്ന തൊലി ഒന്ന് ചിരണ്ടി കൊടുക്കാം. ഇതുപോലെ ചിരണ്ടിയതിന് ശേഷം കത്തി കൊണ്ട് 4ആയിട്ടൊന്ന് കീറി ചെറുതായിട്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ കീറി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരു 2-3 പ്രാവശ്യം എങ്കിലും കഴുകിയെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും 1/4 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മുരിങ്ങയില എടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വയ്ക്കാം. അടർത്തിയെടുത്ത മുരിങ്ങയില 2 കപ്പ് അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു സവാളയാണ് ആവശ്യമായിട്ടുള്ളത്. സവാള ഒരെണ്ണം ഞാനിവിടെ എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. സവാള അരിഞ്ഞു വെച്ചതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള ഒരുപാടങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാകും. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മുരിങ്ങയില അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ആ മുരിങ്ങയില ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയില എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. തീ ഒരുപാട് കൂടി പോകണ്ട. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല വേവാനായിട്ട്. ഇതിൻ്റെ ആവിയിൽ നിന്ന് വേണം വെന്ത് കിട്ടാനായിട്ട്. മുരിങ്ങയില റെസിപ്പീസ് ഒരുപാട് ഞാൻ ഇതിനു മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. മുരിങ്ങയില അവിടെ നിന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 7 അല്ലിയോളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ്. നമ്മൾ ചക്കക്കുരുവൊക്കെ ചേർക്കുന്നത് കൊണ്ട് വെളുത്തുള്ളി കൂടിപ്പോയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് ഈ തോരന്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് മുരിങ്ങയില വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. മുരിങ്ങയിലയും ഉള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. മുരിങ്ങയിലയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ തോരന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ പ്രഷർ കുക്കറിൽ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ഒന്ന് തുറന്ന് നോക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ്. വെള്ളമെല്ലാം വറ്റി ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് തയ്യാറാക്കിയെടുത്ത ഈ മുരിങ്ങയില കൂട്ടിലേക്ക് നമുക്ക് ആ ചക്കക്കുരു അങ്ങ് ചേർത്ത് കൊടുക്കാം.
ചക്കക്കുരു ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ കുക്കറിൽ നിന്ന് ചക്കക്കുരു അങ്ങ് തട്ടിയിട്ട് കൊടുക്കുകയാണ്. ചക്കക്കുരുവിൻ്റെ വേവ് പാകമാണ്, ഒരുപാടൊന്നും വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ചക്കക്കുരു വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. നമ്മുടെ രുചികരമായിട്ടുള്ള ചക്കക്കുരു മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോഴിത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി അറിയിക്കാനും മറന്നു പോകരുത്. Thanks for watching.